here's the economic damage that nobody talks about. Traffic violations cause accidents. Poor sanitation drives away tourists, and this costs up to 1,000 crores to the Indian economy. Everyone is trying to get ahead, and this is leaving the country behind. നമ്മുടെ ലോക്കൽ ഇലക്ഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പാർട്ടി ഏതും ആയിക്കോട്ടെ, ഭരണത്തിൽ വന്നിരിക്കുന്ന എല്ലാ ചേട്ടന്മാര്, ചേച്ചിമാര്, അങ്കിൾമാര്, ആൻറ്റിമാര് എല്ലാവരോടും, ചെയർപേഴ്സൺസ്, മേയർ, അവരോടൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ആൾക്കാരെല്ലാം കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കാവുന്ന ഒരു കുഴപ്പമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടുകാരെ തന്നെ ഡെയിലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇങ്ങനെ ഇട്ടതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ കേസ് നമ്മൾ വിട്. നമ്മൾക്ക് തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു പ്ലാസ്റ്റിക് ഒരു സ്ഥലത്ത് വലിച്ചെറിഞ്ഞു എന്ന് വെക്കുക, ഒരു റീസൈക്കിൾ സെൻറ്റേഴ്സിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞു. സാധനം പയ്യെ കുറച്ച് നാൾ നമ്മുടെ മണ്ണിൽ കിടന്നു. കുറച്ച് നാൾ മണ്ണിലേക്ക് സാധനം അലിഞ്ഞു ചേരില്ല പ്ലാസ്റ്റിക് ഒരിക്കലും. അത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടിക്കിൾ പയ്യെ ബ്രേക്ക് ഡൗൺ ആയി ചെറുതായി മാറി വരും. എന്നിട്ട് ഇത് നമ്മുടെ കിണറ്റിലേക്കും നമ്മുടെ പുഴയിലേക്കും നമ്മുടെ വാട്ടർ റിസോഴ്സിലേക്കും നമ്മുടെ മണ്ണിലേക്കും വരും. എന്നിട്ട് ഈ ബ്രേക്ക് ഡൗൺ ആയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ നമുക്ക് അസുഖങ്ങൾ മാറാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറേ പൈസ ചെലവഴിക്കുന്നു. കുറേ പേരുടെ കുടുംബം വരെ വഴിയാധാരമാകുന്നു. ആരാണ് ഇതിന് ഉണ്ടാക്കിയ പ്രൈമറി ആക്ഷൻസ്? ആരുടെ ആയിരുന്നു? നമ്മുടെ ആയിരുന്നു.